ഹലോ എവ്രി വൺ. ഇന്ന് ഞാൻ ഇവിടെ കാണിക്കുന്നത് കൊണ്ടാട്ടം റെസിപ്പിയാണ്. ഈ വെയിൽ കാലത്ത് കുറച്ച് നമ്മൾ മെനക്കെട്ടാൽ നമുക്ക് ഒരു വർഷത്തിനുള്ള കൊണ്ടാട്ടം നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. അതിന് ആദ്യം ഒരു കപ്പ് ഇഡ്ലി അരി ഒരു 1 നൈറ്റ് നമ്മൾ അത് കുതിർത്തി വെക്കാം. പിറ്റേ ദിവസം മോർണിംഗ് നമുക്കത് അരച്ചെടുക്കാം. നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് അരയ്ക്കാം, മിക്സിയിൽ അരയ്ക്കാം അല്ലെങ്കിൽ ഗ്രൈൻഡറിലും അരയ്ക്കാം. പിന്നെ അത് ഒരു കുക്കർ എടുക്കാം അല്ലെങ്കിൽ ഒരു ഹെവി ബോട്ടം പാൻ എടുക്കാം. ഏത് കപ്പിൽ നമ്മൾ അരി അളന്നു അതിൽ 2 കപ്പ് വെള്ളം കുറച്ച് അങ്ങോട്ട് ഇങ്ങോട്ട് എക്സ്ട്രാ ആവാം, കുഴപ്പമില്ല. പിന്നെ ഉപ്പിട്ടിട്ട് അത് നന്നായിട്ട് അതൊന്ന് കിണ്ടണം. കൈ വിടാതെ ഒന്ന് കിണ്ടണം ആദ്യം. പിന്നെ അതൊരു 10 മിനിറ്റ്സ് ആകുമ്പോഴേക്കും അത് കുറച്ച് ലൈറ്റായിട്ട് അത് കുറുകാൻ തുടങ്ങും. ഈ രൂപത്തിൽ അത് ആവാൻ തുടങ്ങും. ഇത് മിനിമം ഒരു ഹാഫ് ആൻ അവർ നമ്മൾ സിമ്മിൽ വെച്ചിട്ട് അത് നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം. ഒരു 20 മിനിറ്റ്സ് കഴിഞ്ഞാൽ അത് ഇങ്ങനെ ആകും. ഈ എല്ലാ മാവ് ഫുൾ ഇങ്ങനെ നന്നായിട്ട് അതൊന്ന് കുറുകി ഈ രൂപത്തിലാവും. സിമ്മിൽ തന്നെ വെക്കണം, ഹൈയിൽ വെക്കരുത്, അപ്പം അത് കരിഞ്ഞു പോകും. പിന്നെ നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്യണം. അതിൻ്റെ കളർ അങ്ങോട്ട് മാറാൻ കിട്ടും. ആദ്യം മാവ് നല്ല വൈറ്റ് കളർ ആയിരിക്കും, ഇത് കുറച്ച് അങ്ങോട്ട് കളർ മാറാൻ തുടങ്ങും. അപ്പോൾ അതാണ് അതിൻ്റെ പാകം. പിന്നെ ഇവിടെ പച്ചമുളകും ജീരകവും ഞാനത് ചതച്ച് വെച്ചു, അത് നമുക്കിടാം. വേണമെങ്കിൽ നമുക്ക് റെഡ് ചില്ലിയും ഇടാം, റെഡ് ചില്ലി ഫ്ലേക്സും നമുക്ക് യൂസ് ചെയ്യാം. സോ ഇത് കഴിഞ്ഞു, ഈ കളറും അങ്ങോട്ട് മാറി കഴിഞ്ഞു. പിന്നെ നമുക്ക് ഈ കുക്കർ ഓഫ് ചെയ്യണം. കുക്കർ ഓഫ് ചെയ്തിട്ട് നമുക്കത് മൂടി വെക്കാം. വിസിൽ വെച്ചിട്ട് മൂടി വെക്കാം, ബട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ആ ചൂടിലും കുറച്ചങ്ങോട്ട് നന്നായിട്ട് അത് വേവും. പിന്നെ ഹാഫ് ആൻ അവർ അത് മൂടി വെക്കണം. അത് നന്നായിട്ട് അതൊന്ന് കട്ടയായിട്ട് നല്ല കുറുകിയിട്ട് നല്ല കൺസിസ്റ്റൻസിയിൽ വന്നിട്ടുണ്ട്. ഇങ്ങനെ ഈ കളറിൽ ഉണ്ടാവണം ഈ കൊണ്ടാട്ടത്തിൻ്റെ മാവ്. പിന്നെ ഈ മുറുക്കിൻ്റെ ഈ ചില്ലി എടുത്തിട്ട് ഒരു വെറ്റ് ക്ലോത്ത്, ഒരു വൈറ്റ് കളർ വെറ്റ് ക്ലോത്ത് പറഞ്ഞ് സ്പ്രെഡ് ചെയ്ത് വെച്ചിട്ട് ഇത് അതിലങ്ങോട്ട് പിഴിഞ്ഞെടുക്കാം. യൂഷ്വലി കൊണ്ടാട്ടങ്ങളൊക്കെ മോർണിംഗ് ടൈമാണ് ചെയ്യുക, ബിക്കോസ് മോർണിംഗ് വെയിൽ നന്നായിട്ട് അത് ഉണങ്ങി കിട്ടും. പിന്നെ ബാക്കി കുക്കർ തടിയിട്ട് കുറച്ച് ബാക്കിയുള്ള ഒരു മാവൊക്കെ നമുക്കത് ഇങ്ങനെ ഉണ്ട പിടിച്ചിട്ട് വെക്കാം. സോ ഇത് എല്ലാം റെഡിയായി. ഇപ്പം ഞാനത് വെയിലത്ത് വെച്ചു. മോർണിംഗ് ഒരു 7 o'clock ആണ് ഇത് വെയിൽ വെച്ചു. പിന്നെ ആ ദിവസം ഈവനിങ് ഓൾമോസ്റ്റ് ഒരു ഹാഫ് ഡ്രൈഡ് ആയി. ഇത് വന്നിട്ട് ആ ഫസ്റ്റ് ഡേ ഈവനിങ് ആണ്. അപ്പോൾ ആ തുണി നമുക്കത് മാറ്റിയെടുത്തിട്ട് പ്ലേറ്റിലിട്ടിട്ട് പിറ്റേ ദിവസം മോർണിംഗ് ടിൽ ഈവനിങ് വെയിൽ വെച്ച് കൊണ്ടാട്ടം റെഡിയായി. സോ ഇത് ഉണങ്ങാൻ ഒരു 2 days എടുക്കും. ഇന്ന് ഉണ്ടാക്കിയ നാളെ ഈവനിങ് ആകുമ്പോഴേക്കും ഈ കൊണ്ടാട്ടം നന്നായിട്ട് അത് ഉണങ്ങി കിട്ടും. ഇത് കുറച്ച് മെനക്കെട്ടാൽ നമുക്ക് ഒരു 3-4 ട്രിപ്പിൽ നമുക്ക് ഇത് ഉണ്ടാക്കി ഒരു വർഷത്തിനുള്ള കൊണ്ടാട്ടം നമുക്ക് സ്റ്റോർ ചെയ്യാം. ഇത് തീർച്ചയായിട്ടും ഈ സമ്മറിൽ ട്രൈ ചെയ്യണം. Hope you all like this video. Thank you. Please subscribe to my channel.